മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു മഹാനവറുടെ കിതാബിൽ പറയുന്നു, ഒരാള് ഈ സ്വലാത്ത് പതിവാക്കിയാൽ എത്ര തവണ 11 പ്രാവശ്യം ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ, മറ്റൊരു റിവായത്തിൽ അല്ലെങ്കിൽ 40 വട്ടം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അവൻ ഈ സ്വലാത്ത് പറഞ്ഞാൽ അവന്റെ വിഷമങ്ങൾ മാറുന്നതാണ്, പ്രയാസങ്ങൾ നിൽക്കുന്നതാണ്, കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ്, ഖൈറിന്റെ വാതിലുകൾ തുറന്നു കിട്ടുന്നതാണ്, അവൻ ചെയ്യുന്ന ദുആ സ്വീകരിക്കുന്നതാണ്, അവന്റെ അവസ്ഥകൾ റാഹത്താകുന്നതാണ്, അവന്റെ വിഷമങ്ങൾ, ദാരിദ്ര്യം അതൊക്കെ മാറി എല്ലാവിധ നന്മയും ഉണ്ടാകുന്നതാണ്. മഹത്തുക്കൾ പറയുന്നു, ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറി കിട്ടാനുണ്ടെങ്കിൽ അവൻ 4444 പ്രാവശ്യം 4 നാലുകൾ 4444 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഈ സ്വലാത്ത് അങ്ങനെ ഒരുപാട് മശായിഖന്മാരും ഒരുപാട് സൂഫിയാക്കളും ഒക്കെ ചൊല്ലിയിട്ടുണ്ട്. അവരൊക്കെ പല കിതാബുകളിൽ അത് ചൊല്ലി അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്ത് കൊണ്ടുണ്ട്. അപ്പൊ 4444 പ്രാവശ്യം ഈ സ്വലാത്ത് ഒരാള് ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി ചൊല്ലിയാൽ അള്ളാഹു തആല അത് ഖൈറാണെങ്കിൽ അവനിക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ്. തീയിന്റെ വേഗതയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് മഹത്തുക്കൾ അച്ചട്ടായി പറഞ്ഞിട്ടുള്ള സ്വലാത്താണ് അസ്വലാത്തു താസിയ. മാത്രമല്ല, ഈ സ്വലാത്തിന്റെ നേട്ടം മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അഫ്ളലുസ് സ്വലവാത്തി അല സയ്യിദിസ് സാദാത്ത് എന്ന കിതാബിൽ, അതുപോലെ ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിലൊക്കെ നിരവധി മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒറ്റക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഒറ്റക്ക് സ്വലാത്ത് ചൊല്ലിയാൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും കൂടിയിരുന്നിട്ട് ഒന്നിച്ച് കൂട്ടമായിട്ട് ചൊല്ലാൻ സാധ്യതയുള്ള സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ എടുത്തു പറയുന്നു, ഒരാൾ ഒറ്റക്ക് ഈ സ്വലാത്ത് അവൻ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടി വരില്ല. മാത്രമല്ല, ഇത് എല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാൻ പറ്റിയ സ്വലാത്ത് കൂടിയാണ്. പ്രത്യേകിച്ച് കുടുംബാദികൾ എല്ലാവരും, വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആ കുടുംബം പിന്നെ നരകത്തിലേക്ക് പോവേണ്ടി വരില്ല. അത്രമാത്രം നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ, മഹത്വങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് അസ്വലാത്തു താസിയ.